വെറുതെ ഒരു പണിയില്ലാണ്ടിരുന്നപ്പോൾ നെയിൽ പോളിഷൊക്കെ ഒന്ന് മാറ്റി പുതിയതൊക്കെ ഇടാൻ വിചാരിച്ചു. ഞാൻ ഇപ്പോൾ അടുത്ത് സ്റ്റുഡിയോ പോയ സമയത്ത് 2 പുതിയ നെയിൽ പോളിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് കയ്യിലുള്ളതൊക്കെ കളഞ്ഞു. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നെയിൽ പോളിഷ് ഇടുമ്പം ഞാൻ ഒന്നിട്ടതിൻ്റെ മേലെ തന്നെ പിന്നെയും ഇട്ട് കൊടുക്കും. അങ്ങനെ അതെല്ലാം കൂടെ മല പോലെ ആയിട്ടുണ്ടായിരുന്നു കയ്യിൽ. പിന്നെ അതൊക്കെ കൂടെ എങ്ങനെയൊക്കെയോ കളഞ്ഞ് കുറേ പ്രാവശ്യം ആ വൈപ്സ് ഇട്ട് ഉരച്ചിട്ടാണ് അത് പോയത്. അവിടെ ചെറുതായിട്ട് സൺലൈറ്റ് വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കളഞ്ഞ് കുറേ സമയമെടുത്ത് ഞാൻ ഒരു നെയിൽ പോളിഷ് എടുത്തു. ആദ്യം ഒന്ന് ഇട്ട് നോക്കി. അതെല്ലാം കൂടെ എന്താ പറയുക, അതന്നെ അങ്ങോട്ട് കൊളായി. അപ്പം ഞാൻ വേറൊരു ഇതെടുത്തു. ഇതൊരു എന്താ ബെറി പിങ്കോ അല്ല എന്തോ ഒരു പിങ്ക്, പേൾ പിങ്കോ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡായിരുന്നു. ഞാനെവിടെ ഞാൻ വന്നു. അപ്പോൾ ആ പിങ്ക് അതവിടെ തുറന്നതും അവിടെ ഉറ്റി. അത് അച്ഛൻ്റെ റൂമിലെ ടേബിളായിരുന്നു. അപ്പോൾ വേഗം അതൊക്കെ തുടച്ച് ഞാൻ നെയിൽ പോളിഷ് ഇടാൻ തുടങ്ങി. ആദ്യമൊക്കെ ഭയങ്കര ഈസ്തറ്റിക്കായിട്ട് നല്ലപോലെ ഇടാൻ വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് വരച്ചു. അപ്പോൾ വിരലെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയി. അത് തുടച്ച് കളഞ്ഞ് പിന്നെയും ഇട്ടു. ഈ നെയിൽ പോളിഷൊക്കെ 2 കോട്ട് ഇട്ടാലേ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടാവുള്ളൂ. പക്ഷെ രണ്ടാമത്തെ കോട്ട് ഇടുമ്പോഴത്തേക്ക് കൊളാവുകയും ചെയ്യും. വൈ ബ്രോ? അതായിരുന്നു അവസ്ഥ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കയ്യിലൊക്കെ ഇട്ടു. ഇത് ഓഫറുള്ളപ്പോൾ വാങ്ങിയത് കേട്ടോ. അതിൻ്റെ സ്റ്റിക്കർ കയ്യിലുണ്ട്. അങ്ങനെ എൻ്റെ 5 വിരലുകളും ഞാൻ മനോഹരമാക്കി നെയിൽ പോളിഷ് ഇടാണ്. സത്യമായിട്ട് ഈ ഷെയ്ഡും ഇഷ്ടമായില്ല. എനിക്ക് എപ്പോഴും ഞാനിടുന്നൊരു ഷെയ്ഡുണ്ട്. അത് മാത്രമേ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഞാൻ ഇതിൻ്റെ മേലെ കൂടെ അതെടുത്തിട്ടു. പിന്നെ ലെയർ ഇടുകയാണ്. അതിൻ്റെ ആംഗിളൊക്കെ ചെറുതായിട്ട് മാറ്റി. രണ്ടാമത്തെ ലെയർ ഇടുമ്പോഴത്തേക്ക് ആദ്യത്തെ ലെയർ കൊളാവുന്നുണ്ട്. സൈഡിൽ കൂടി അത് ഒലിച്ചൊക്കെ പോകുന്നുണ്ട്. നെയിൽ പോളിഷിൻ്റെ അകത്ത് ഇപ്പോൾ വെള്ളമാണ് നിറച്ച് വെക്കലെന്ന് എനിക്ക് തോന്നുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊളായിന്ന്. ആ ഷെയ്ഡ് ആ സൈഡിലുണ്ട്. അതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ബ്ലാക്കായിട്ട് തോന്നുന്നത്. ബ്ലാക്ക് അല്ല, അതായിരുന്നു ബെറി റെഡോ അങ്ങനെ എന്തോ. അത് ശരിക്കും പച്ചവെള്ളത്തിൽ പിങ്ക് കളർ മിക്സ് ചെയ്ത പോലെ ഉണ്ട്. അത്രയ്ക്കും എന്തോ ഒരു സുഖമില്ലാത്ത കളറായിരുന്നു. അപ്പോൾ അതെടുത്ത് മാറ്റി. അങ്ങനെ ഞാൻ ഇവിടെ എന്താക്കുക, നെയിൽ പോളിഷ് ഇടുക. അതിൻ്റെ ഇടയിൽ കൂടെ കുളമുണ്ട്, തുടയ്ക്കുന്നുണ്ട്, പലതും അവിടെ സംഭവിക്കുന്നുണ്ട്. നോട്ട് ദാറ്റ് ഗുഡ് ഗായ്സ്. അങ്ങനെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഫൈനൽ ലുക്കൊക്കെ എടുക്കുകയാണ്. പുറത്ത് പോയി വെളിച്ചത്തൊക്കെ വെച്ച് നോക്കി. വെളിച്ചം വന്നിട്ട് എന്താ രസമില്ല. പിന്നെ എൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ അതിമനോഹരമായിട്ട് ടേബിൾ ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. ടേബിൾ കാണാൻ എല്ലാം കൂടെ ഞാൻ വലിച്ചു വാരിയിട്ടതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒതുക്കണോ വേണ്ടേന്ന് 2 പ്രാവശ്യം ആലോചിച്ച് പിന്നെ വിചാരിച്ചു ഒതുക്കി വെക്കാമെന്ന്. അങ്ങനെ എല്ലാം അടുക്കി പെറുക്കി വെക്കുകയാണ്. കുറേ വാഷി ടേപ്പൊക്കെ എടുത്ത് ആ വെള്ള കൊട്ടയിലിട്ട് വെച്ച് അതിലാണ് വാഷി ടേപ്പ് ഇട്ട് വെക്കൽ. പിന്നെ ഒരു ഹാരി പോട്ടറിൻ്റെ തല ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ ക്ലോക്കിൻ്റെ മേലെ വെച്ചു. ഇതാണ് എൻ്റെ കോളേജ് കൊണ്ടുവന്ന പൗച്ച്. അതിൽ നിന്നെന്തോ പെണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ആ പൗച്ച് എടുത്തിട്ടതായിരുന്നു. കാരണം അതിനു വേണ്ടി ഞാൻ ബാഗ് തുറന്നു ഗൈസ്. ഞാൻ കോളേജ് പൂട്ടി ഇന്നത്തേക്ക് ഇപ്പം അയ്യോ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ കോളേജ് തുറക്കും. അപ്പോൾ ഇന്നാണ് ഞാൻ ആ ബാഗ് തുറന്ന് പൗച്ച് എടുക്കുന്നത്. കോളേജ് തുറന്ന എക്സാമാണ്. അതിനെന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. ഞാൻ ബാഗ് പോലും തുറന്നില്ല. അന്ന് പൂട്ടി വന്ന് കോളേജിലെ ബാഗ് എടുത്തിട്ട് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. പിന്നെ ഇതുവരെ തുറന്നില്ല. പൗച്ച് എടുക്കാൻ വേണ്ടി തുറന്നു. പിന്നെ ഇതിൻ്റെ അകത്താണ് എൻ്റെ ജേണൽ സപ്ലീസൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. എനിക്കൊരു സ്വഭാവമുണ്ട്, ഇങ്ങനെ കുറേ ബുക്ക് വാങ്ങിക്കൂട്ടുക. ഇതൊക്കെ ഇങ്ങനെ ഓരോ കടയിൽ പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആ പർപ്പിൾ ബുക്ക് ഞാൻ കവർ പേജ് ചെയ്താട്ടോ. ആ മൈക്കൻ്റെ തെറാപ്പി അത് ഞാൻ സ്നേഹ ചേച്ചീനെ നോക്കി ചെയ്തതാണ്. ആ ഒരു പേരിട്ടോ, ആ ഇൻസ്പയറായിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഞാനിങ്ങനെ ആ ബുക്കൊക്കെ കുറേ നോക്കി എടുത്ത് വെച്ച് ഞാൻ പറഞ്ഞ പോലെ എവിടെ പോയാലും ഞാൻ നീറ്റാത്ത ബുക്ക് കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ വാങ്ങും. അപ്പുറത്തെ സൈഡിൽ 2 ബുക്ക് കാണുന്നില്ലേ, അതും ഞാൻ അങ്ങനെ വേണം ഒന്നും എഴുതിയിട്ടൊന്നുമില്ല, വാങ്ങി വെക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ഞാനത് ഉപയോഗിക്കില്ല. അപ്പം ഞാൻ അതിങ്ങനെ കുറേ ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ ആ പിങ്ക് കഴിഞ്ഞ വർഷത്തേതും ബ്ലാക്ക് ഈ വർഷത്തേതും ജേണലാണ്. ആദ്യം ഞാൻ പിങ്ക് എടുത്ത് വെച്ച് പൂട്ടാൻ പറ്റും. അതിൻ്റെ മേലെ കൂടെ ബ്ലാക്ക് കുത്തിക്കയറ്റാൻ നോക്കി നടന്നില്ല. അവസാനം പിങ്ക് എടുത്ത് പുറത്തിട്ട് ബ്ലാക്ക് മാത്രം വെച്ചപ്പോൾ അത് കയറുന്നില്ല. ലാസ്റ്റ് ഞാൻ പിങ്ക് വെച്ച് അടച്ചു, ബ്ലാക്കിനെ വഴിയാധാരമാക്കി. പിന്നെ അതെടുത്ത് അതിൻ്റെ സ്ഥലത്ത് വെച്ചില്ല, കസേരയിൽ എടുത്ത് വെച്ചു. പിന്നെ ആ അടുത്ത ബോക്സ് അതിൽ ഞാൻ പ്രിൻ്റ് എടുത്ത സ്റ്റിക്കേഴ്സാണുള്ളത്.
ഇതൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പോയി പ്രിൻ്റ് എടുക്കുന്നതാണ്. ഇതിന് വേണ്ടി ഞാൻ ആ കടയിൽ പോകും, പ്രിൻ്റ് എടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഇതിലൊക്കെ കൂടെയൊക്കെ കിട്ടിയ സ്റ്റിക്കേഴ്സും ഉണ്ടായിരുന്നു, അതും അതിനകത്ത് കുത്തി കയറ്റി വെച്ചു. ശരിക്കും ഇതൊക്കെ ഒരു ഫയലാക്കി വെക്കുന്നതാണ് സ്റ്റിക്കേഴ്സിന് നല്ലത്. പക്ഷേ കുറച്ച് എസ്തെറ്റിക് ആയിക്കോട്ടെ വെച്ച് പെട്ടിക്കകത്ത് ഇട്ട് വെച്ചതാണ്. പക്ഷെ അതെല്ലാം കൂടെ ചുളുങ്ങി കിടക്കുക കേട്ടോ, അതെനിക്ക് മാറ്റണം. അങ്ങനെ ആ ബോക്സും ഞാൻ കഷ്ടപ്പെട്ട് അടയ്ക്കുകയാണ്. അത് അടയുന്ന പോലും ഇല്ലായിരുന്നു അതിൽ സ്റ്റിക്കേഴ്സ് കാരണം. പിന്നെന്താ, ആ ഡയറി ഞാൻ അവിടെ നിന്ന് മാറ്റിയില്ല. ഡയറി അല്ല, ജേണൽ. ആ വള്ളി കാണുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ജേണലിലെ സാധനം ഞാൻ പറിച്ചു കളഞ്ഞതാണ്. അത് കളയാൻ വേണ്ടി എടുത്തിട്ടു. പിന്നെ ആ കാണുന്നത് ചാർട്ടാണ്, എന്ത് എസ്തെറ്റിക്സ്. വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ ടേബിൾ കണ്ടോ, ആ ടേബിളിൻ്റെ കളർ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഈ ടേബിൾ ഞാൻ 4ാം ക്ലാസ്സിലങ്ങ് പഠിക്കുമ്പോൾ ഉള്ളതാണ്. ഇപ്പം ഞാൻ കോളേജ് ഫസ്റ്റ് ഇയറായി. ഇത്രയും കൊല്ലം കണ്ടോ, ഞാൻ ലോയലാണ് ആ ടേബിളിനോട്. പക്ഷേ എനിക്കതിൻ്റെ കളർ ഇപ്പം തീരെ ഇഷ്ടമല്ല. പണ്ട് പിന്നെ നമ്മൾ കളറൊന്നും നോക്കൂലല്ലോ. ഇപ്പോഴാണ് ഈ എസ്തെറ്റിക് അതേപോലെ വൈറ്റ് കുറേ ട്രെൻഡായിട്ട് വരുന്നത്. അപ്പോഴേക്ക് ആ ടേബിളിൻ്റെ കളറ് മാറ്റി വൈറ്റ് ആക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. ഒന്നുമില്ല, ഞാൻ ചാർട്ട് പേപ്പർ വാങ്ങി ഒട്ടിക്കും, ഉറപ്പാ. കുറേ ഞാൻ ഇവിടെ പറയുന്നു എനിക്ക് വൈറ്റ് ടേബിൾ വേണമെന്ന്. പക്ഷേ ആരും മൈൻഡാക്കുന്നില്ല. മൈൻഡാക്കാഞ്ഞിട്ടല്ല, അത് വാങ്ങാൻ പോകാൻ പറ്റിയില്ല, അതാണ് കാരണം. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കാൻ വിചാരിച്ചു. വലിയ പൊടിയൊന്നുമില്ല, കാരണം എപ്പോഴും അതിൻ്റെ മേലെ സാധനം ഉണ്ടാവും. അതിനെക്കൊണ്ട് ഈ സൈഡ് വലിയ പൊടിയില്ല, അപ്പുറത്തെ സൈഡ് ഞാൻ പറഞ്ഞ പോലെ നല്ല പൊടിയുണ്ട്. പക്ഷെ അത് തൊട്ടാൽ ഇന്നൊന്നും തീരില്ല എന്നറിയാം. അതിനെക്കൊണ്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് പോയി. പിന്നെന്താ, ആ ഒരു ക്യാൻഡിൽ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഇപ്പുറത്തെ വെച്ചു. എന്തിനാ ആവോ, വെറും ഷോ. പിന്നെ ആക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു. ആ ബുക്ക് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങി, പക്ഷെ ഒന്നും എഴുതിയില്ല. ആ ബുക്കിൽ എഴുതണം ഗൈസ്. ആ ബുക്കിൽ ഞാൻ ഇനി തൊട്ട് ടു ഡു ലിസ്റ്റ് എഴുതും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പിന്നെ വാഷി ടേപ്പ് ഉണ്ടായിരുന്നു, പൗച്ച് ഇനി എടുക്കണം. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം തുടങ്ങി. പിന്നെ അത് A4 ഷീറ്റാണ്, ഇതുവരെ പൊട്ടിച്ചില്ല. എൻ്റെ കയ്യിലുള്ള ഒരു A4 ഷീറ്റിൻ്റെ സെറ്റൊക്കെ കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഫുൾ അസൈൻമെൻറ്റ് അത് ഇതൊക്കെ ഉള്ളതിനെ കൊണ്ട് വാങ്ങി വെച്ചതാണ്. അത് ഞാൻ ഉള്ളിലേക്ക് കയറ്റി വെച്ചു. അപ്പുറത്തെ ജനലാണ്, ജനലിൻ്റെ ആ സൈഡത്തെ അങ്ങോട്ടേക്ക് കയറ്റി വെച്ചു. പിന്നെ ഈ നമ്മൾ നേരത്തെ ഓർഗനൈസ് ചെയ്തു വെച്ച ആ സാധനമുണ്ടല്ലോ, ആ ബോക്സ്, അതിനെ ഞാൻ എൻ്റെ സൈഡിലൊരു ബുക്ക് ഷെൽഫ് ഉണ്ട്, അതിൽ മൊത്തം പൊടി, അത് എപ്പോഴാണ് കാണുന്നത്. പിന്നെ എൻ്റെ മേക്കപ്പ് ടേബിളിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഫുൾ ചീർപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളൊന്നും ഞാൻ ചെയ്യുന്നതല്ല കേട്ടോ, ഞാൻ ഏതൊരു ചീർപ്പേ ഉപയോഗിക്കുള്ളൂ. ബാക്കിയൊക്കെ എങ്ങനെ അവിടെ വന്നതെന്ന് വിളിക്കാറില്ല. ഇതിനൊക്കെ കൈയും കാലും ഉണ്ട് തോന്നുന്നു, ചാടി വന്നതായിരിക്കും. അങ്ങനെ അതൊക്കെ തിരിച്ചെടുത്ത് അതിൻ്റെ കൊട്ടയിലിട്ട് വെച്ചു. ഒരു ചെടി ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ താഴത്തെ കൊട്ടയിൽ പൊടി ഗൈസ്, ഞാൻ തുടയ്ക്കാറുണ്ട് എന്നാലും പൊടിയാവും. പിന്നെന്താ, അതിൻ്റെ താഴത്തെ കൊട്ടയിൽ ഇങ്ങനത്തെ ഫ്ലവർ ക്ലിപ്പായിരുന്നു. അതിൽ നിന്നൊരു റോസാപ്പൂവും കിട്ടി, അത് ഒറിജിനലാണ്, മറ്റേതൊക്കെ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അതിനടുത്ത് ഞാൻ ആ പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ വെച്ചു. പിന്നെന്താ, അവിടെയുള്ള ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചു, ബണ്ണൊക്കെ എടുത്ത് വെച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ച് കളിച്ചു. പിന്നെ ഒരു മിറർ ഉണ്ടായിരുന്നു അവിടെ, അതിനെയൊക്കെ എടുത്ത് നോക്കി. പിന്നെ എൻ്റെ വാച്ചും അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും തുടയ്ക്കാനുള്ള ക്ഷമ ഒന്നും എനിക്കില്ല. അപ്പം ഞാൻ പിന്നെ കട്ടിലിൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വലിച്ചെറിഞ്ഞ 3 ആൾക്കാർ ആ സൈഡിലുണ്ടായിരുന്നു. അവരെയൊക്കെ ഞാൻ എടുത്ത് കട്ടിലിൻ്റെ അറ്റത്തേക്ക്, അല്ല തലയണേൻ്റെ അടുത്തേക്ക് വെച്ചു. എന്തൊക്കെയാണ് പറയണേ, തലയണേൻ്റെ മേലെ വെച്ചു. ഇനി ഒരു കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ, രാത്രി വരെ ഓരോ ഉറങ്ങിക്കോട്ടെ, രാത്രി ഓരോരുത്തർ സൈഡാക്കും. അങ്ങനെ ഇതാണ് എൻ്റെ സ്റ്റഡി ഏരിയ. സ്റ്റഡി മാത്രം നടക്കാത്ത ഏരിയ. അങ്ങനെ 2026 ഇന്ന് 2-ാം തീയതി എന്നിട്ടും ഞാൻ കലണ്ടർ മാറ്റിയിട്ടില്ല. അപ്പം ഞാൻ കലണ്ടറൊക്കെ എടുത്ത് ഒഴിവാക്കി. ഞാൻ 2026ൻ്റെ കലണ്ടർ വാങ്ങി കട്ടിനടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കട്ടിനടിയിൽ പോയി എടുത്ത് അവിടെ കൊണ്ട് തൂക്കിയിട്ടു. ആദ്യം നോക്കിയപ്പോൾ ഹായ് ജാനുവരി എന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ അത് ജൂലൈ ആണ്. പിന്നെ അതിനെ തിരിച്ച് ജാനുവരി ആക്കി. അതിൻ്റെ മേലുള്ള പിക്ക് എനിക്ക് ഇഷ്ടമായിട്ടോ. അമ്മ എവിടെ നിന്നോ കൊണ്ടുത്തന്ന കലണ്ടറാണിത്, അമ്മ വാങ്ങിയ കലണ്ടറാണ്. അങ്ങനെ അത് ഡോറിൻ്റെ ബാക്കിൽ തൂക്കി. ഇനി എല്ലാ ദിവസവും അതിങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കാൻ ഒരു രസമാണ്. പക്ഷേ ഇന്ന് ക്രോസ് ചെയ്താൽ പിന്നെ അടുത്ത ആഴ്ചയായിരിക്കും ആ കലണ്ടർ എടുത്തു നോക്കുക. പിന്നെ റൂമും വീടൊക്കെ ഞാൻ അടിച്ച് വരിക നല്ല കുട്ടിയായിട്ട് ഇതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഈ ടേബിൾ നോക്കിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. അങ്ങനെ പിന്നെ അതൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും ചെറിയ ആൾ, നിക്കി. ഞങ്ങൾക്കൊക്കെ ഹായ് തന്നതാട്ടോ അത്. പിന്നെ കുറേ പുച്ഛമിട്ട് തിരിഞ്ഞ് നടന്നു പോയി. പിന്നെ ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങി ഒന്ന് നടന്നു. അവിടെ കുറച്ച് ആൾക്കാർ ചാടി കളിക്കുന്നുണ്ട്, കിളിയാട്ടോ. അവരെയൊക്കെ കണ്ട്